നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ലോ ആൻഡ് ഓർഡർ. ഈ കഴിഞ്ഞ മാസം ഇത് റിലീസിന് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓണം റിലീസായിട്ട് ഒരുപാട് സിനിമകൾ, അതുപോലെ നമ്മുടെ വിജയുടെ സിനിമയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ റിലീസിങ് പോസ്റ്റ്പോൺ ചെയ്തു. അടുത്ത മാസമാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഒരു ട്രെയിലർ ഇപ്പൊ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. പ്രകാശ് വർമ്മ ഇവിടെ വന്ന സിനിമയിലെ പോലീസുകാരൻ, നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഇദ്ദേഹമാണ് ഇതിനകത്ത് ലീഡിങ് റോളിൽ എത്തുന്നത്. പിന്നെ കുറെ സപ്പോർട്ടിംഗ് ആയിട്ട് കുറെ പുതിയ പിള്ളേരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റോറിയാണ് ഈ സിനിമ. ഇതിനകത്താണ് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ബ്ലാക്ക് എന്ന സിനിമയിലെ കാരയ്ക്കാമുറി ഷൺമുഖൻ എന്ന ആ ഒരു ക്യാരക്ടറിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഒരു ക്യാമിയോ വേഷത്തിൽ ഇതിനകത്ത് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. 10-20 മിനിറ്റോളം മമ്മൂക്ക ഉണ്ടെന്നാണ് പറയുന്നത്. രഞ്ജിത്താണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഉദയകൃഷ്ണയുടെയാണ് സ്ക്രിപ്റ്റ്. അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. മമ്മൂക്ക ഒരു 3 മണിക്കൂറിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ പേജിലൂടെ ഇത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വിട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കിയാലോ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്നുള്ളത്. വോയിസ് ത്രോ കിട്ടില്ല വോയിസ് ആട്ടാ. ചോര വീഴ്ത്താതെ ചോര കൊടുക്കാതെ തീർക്കാൻ പറ്റും എന്നുറപ്പില്ലാത്ത കളി. അരുൺ അയ്യപ്പൻ സർ, ഗുഡ് ലക്ക്. സെബാസ്റ്റ്യൻ പോൾ സർ, ബെന്നി വർഗീസ് സർ, ഗുഡ് ലക്ക്. മമ്മൂട്ടി സർ, ബിജു കുര്യൻ സർ, કરવા માટે ખ્યાલ થઈ જા. One man standing for the law and order. പൊളി പൊളി. ഓ പ്രകാശ് വർമ്മ കിട്ടും മ്യൂസിക് കേട്ടാ. റൈറ്റർ ഉദയകൃഷ്ണ. ലോ ആൻഡ് ഓർഡർ. It's duty time, boys. ഓ മോനെ കാരയ്ക്കാമുറി ഷൺമുഖൻ. ഓ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഗംഭീരമാണ് കേട്ടോ ഈ സാധനം, ഈ ഐറ്റം. അവസാനത്തെ വരവ് കണ്ട ബ്ലാക്കും ബ്ലാക്ക് ഒക്കെ ഇട്ടാ തോക്കുമായിട്ട്, അത് ഉറപ്പ് കാരയ്ക്കാമുറി ഷൺമുഖന്റെ കൈയാണ് കാണിക്കുന്നത്. സത്യം ഇത്രയും ഈ ഒരു സിനിമയുടെ ഒരു മമ്മൂക്ക ഉണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഈ ഒരു സാധനം. ഉദയകൃഷ്ണനാണ് സ്ക്രിപ്റ്റ്. ഇതിന്റെ ആ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറും പൊള്ളിയായിട്ടുണ്ട് കേട്ടോ. നൈസ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അത്. അതുപോലെ തന്നെ പ്രകാശ് വർമ്മയുടെ ആ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ആ ഒരു നടന്നു വരുന്ന ആ വരവിലുള്ള ആ ഒരു BGM ഇല്ലേ, ഓ അതൊക്കെ പൊളിയാട്ടാ. പിന്നെ ലാസ്റ്റത്തെ നമ്മുടെ കാരയ്ക്കാമുറി ഷൺമുഖത്തിന്റെ എൻട്രി. ഇത് ഫുൾ പോലീസ് സ്റ്റോറിയാണ്. അപ്പൊ ഈ ക്യാമ്പിലുള്ള കുറച്ച് പോലീസുകാർ, എനിക്കൊന്ന് അവരിതിനകത്ത് ഗുണ്ടകളായിട്ട് വരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനെ ഒതുക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കാരയ്ക്കാമുറി ഷൺമുഖത്തെ രംഗത്ത് ഇറക്കുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. സിനിമ കണ്ടാലേ നമുക്കറിയത്തുള്ളൂ. രഞ്ജിത്തിന്റെ ഒരു ഗംഭീര ഡയറക്ഷൻ ഇതിനകത്ത് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു ട്രെയിലറിന്റെ ആ ഒരു മേക്കിംഗ്, അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എവിടെയോ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ ഉദയകൃഷ്ണന്റെ സ്ക്രിപ്റ്റാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുള്ളി ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ അത്തരത്തിലാണ്. പക്ഷെ ഇത് വേറെ ലെവലാകുമെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം കണ്ടിട്ട് നൈസാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ പ്രകാശ് വർമ്മയുടെ, ഒരു രക്ഷയില്ല കേട്ടോ. ഗംഭീര സാധനം കേട്ടാ. കൊല്ലേണ്ടി വരും കുറെ എണ്ണത്തിന്. അപ്പൊ കാരയ്ക്കാമുറി ഷൺമുഖൻ എത്തും കൊല്ലാനായിട്ട്. കാരണം ബ്ലാക്ക് എന്ന സിനിമയില് പാല് കൊടുത്ത് വളർത്തിയ ആ എന്താ പറയാ, നമുക്കവിടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്. ആ അസുര വിത്തുക്കളെ എല്ലാം തുടച്ചു നീക്കിയ കാരയ്ക്കാമുറി ഷൺമുഖത്തിന്റെ ഒരു എൻട്രി, ഒരു രണ്ടാമത്തെ ഒരു എൻട്രി ഇതിനകത്ത് എന്താകും, അത് തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ അതിലും റേഞ്ചിലായിരിക്കുമോ വരുന്നതെന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കേട്ടോ. എൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് ഒത്തത് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലോ ആൻഡ് ഓർഡർ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം പൊളിക്കട്ടെ കാരയ്ക്കാമുറി ഷൺമുഖൻ അല്ലേ.